ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമല്ലേ? ഇപ്പോൾ എല്ലാവർക്കും ചക്കയൊക്കെ കിട്ടുന്ന കാലമാണല്ലേ. അപ്പോൾ നമുക്ക് ഇത് പഴഞ്ചക്ക ഇട്ട്, ഞങ്ങളുടെ നാട്ടിൽ ഇത് പഴഞ്ചക്ക എന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ നല്ല സൂപ്പർ കടിയാട്ടോ. നമ്മൾ ചായ ചൂട് ചക്കപ്പം ചായ അടിപൊളി കോമ്പിനേഷനാട്ടോ. അപ്പോൾ നമുക്ക് ഈ നന്നായിട്ട് പഴുത്ത പഴഞ്ചക്ക വേണം കേട്ടോ ഇതിനെടുക്കാൻ. അപ്പോൾ അതിൻ്റെ പഴഞ്ചക്ക എടുത്തിട്ട് അത് മുറിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ചുള നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുള പറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ നമുക്ക് കളഞ്ഞ് നമുക്ക് ചക്ക മാത്രമായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ കുരു നമ്മൾ ഒഴിവാക്കണം, ചക്ക മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാവാക്കി എടുക്കണം കേട്ടോ. അതിന് നമ്മൾ ഉപ്പിട്ട വെള്ളം കേട്ടോ, ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് തെളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചക്കയിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പത്തിന് നിറച്ച മാവില്ലേ, അതിന് കുറച്ചിട്ടോ അത് ചേർത്ത് കൊടുക്കണം. നല്ല പത കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടി കേട്ടോ. മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് പഞ്ചസാര ആണെങ്കിൽ ചേർക്കാം, മധുരമില്ലാത്ത ചക്കയാണെങ്കിൽ നല്ല ചേർക്കണം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഇട്ട മാവും ചക്കയൊക്കെ പാടെ നന്നായിട്ട് മിക്സാക്കി കിട്ടണം. അതിന് കൈ വെച്ച് തന്നെ ചെയ്യണം, സ്പൂൺ വെച്ച് ചെയ്തിട്ട് കാര്യമില്ല. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാവാക്കി എടുക്കണം. ഈ ചക്കപ്പത്തിൻ്റെ ടേസ്റ്റ് നമ്മൾ വരിക്ക ചക്കയിൽ ഉണ്ടാക്കിയാൽ കിട്ടൂല കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ്, സ്മെല്ലുമാണ് കേട്ടോ. പിന്നെ നമ്മൾ കൈ വെച്ച് നന്നാക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ മാവ്. ഇനി കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. കുറച്ച് സമയം നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളൊരു ഉച്ചക്കൊക്കെ കൂട്ടിയ മാവ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേന് ചുട്ടെടുക്കണം. ഇതാ നമ്മളെ മാവ് ഇവിടെ റെഡിയാക്കി നന്നായി മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും നമുക്കിത് ചുട്ടെടുക്കണം. അപ്പം ഇനി എണ്ണ വെച്ചിട്ട് നമുക്കതിലേക്ക് ഇങ്ങനെ കൈ വെച്ച് തന്നെ നുള്ളിയിടണം. സ്പൂൺ വെച്ച് ചെയ്താൽ ശരിയായി കിട്ടൂല. മാവ് ലൂസല്ലല്ലോ, അപ്പോൾ ടൈറ്റല്ലേ. അപ്പോൾ നമുക്കിത് കൈ വെച്ച് ഇങ്ങനെ നുള്ളിയിടണം. അപ്പോൾ നമ്മൾ അടിപൊളി ചക്കപ്പായം, ഞങ്ങളവിടെ ചക്കപ്പം എന്ന് പറയാം, ചക്കപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാട്ടോ, അത് ചുട്ടെടുക്കുമ്പോൾ നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റുമാണ്. ചൂടോട് കൂടി കഴിക്കണം. നല്ല അടിപൊളി ചായയും ചക്കപ്പം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.